ഹേ ഗൈസ്, അപ്പൊ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് ഗസ് ദ ബേബി പ്രോഡക്ട്സ്. അത് അത് guys, ഞാൻ കാണിക്കും, പിന്നെ ഗസ് ചെയ്ത് പറയും. ഇന്ന് എന്തോ വീഡിയോ ചെയ്യുന്ന ആലോചിക്കുന്നതാണ്. അപ്പൊ എന്റെ ഐഡിയ പറഞ്ഞു, അപ്പം അത് ചെയ്യാം എന്ന് വിചാരിച്ചു. ആൾമോസ്റ്റും അറിയാമായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം പെർഫെക്റ്റ് ഡാഡ് ഇന്ന് നോക്കട്ടെ, പെർഫെക്റ്റ് ഡാഡ് ആണോ എന്നൊക്കെ നോക്കട്ടെ. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ തന്നെയാണ് വാങ്ങാറ്. ഇപ്പൊ കുഞ്ഞിന് യൂസ് ചെയ്യേണ്ട സാധനങ്ങളും കുഞ്ഞുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഇപ്പോഴത്തെ സാധനങ്ങളൊക്കെ എനിക്ക് അറിയാമെന്നാണ് എന്റെ പക്ഷെ ഒരു വെപ്പ്. ഇതിന്റെയൊക്കെ പേര് കറക്റ്റ് ആയിട്ട് പറയുമോ എന്നുള്ളത് കുറച്ച് ഡൗട്ടാ. ഗൈസ്, ഇപ്പൊ നമ്മള് ഡൗട്ട് ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, പറയാതിരിക്കേണ്ടത് എനിക്കറിയാം, എല്ലാം അറിയാം. കാരണം നമ്മളിത് നിത്യേന കാണുവാണല്ലോ. അതെ അതെ, ഡയപ്പർ മാത്രമല്ല. എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ പറഞ്ഞിരിക്കും. ഓക്കെ, പറ സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് തീരുമാനിക്കും എന്തേലും സാധനത്തിന്റെ പേര് അറിയാമോ, എന്തേലും അറിഞ്ഞിട്ടാണോ മേടിച്ചോണ്ട് വരുന്നത്, ഇനിയിപ്പോ എന്നെ സാധനം മേടിക്കാൻ പറഞ്ഞു വിടണോ? ഫോട്ടോ ഇട്ട് കൊടുത്തിട്ടാണോ, പേര് പറഞ്ഞു കൊടുത്തിട്ടാണോ മേടിച്ചോണ്ട് വരുന്നതൊക്കെ അറിയണമല്ലോ. ഇല്ല, സത്യം പറഞ്ഞാൽ ഇപ്പൊ കുഞ്ഞിന് വേണ്ട ഓൾമോസ്റ്റ് സാധനങ്ങളും മേടിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അല്ലെ, എല്ലായിടത്തും ഹസ്ബൻഡ്സ്, അതായത് അച്ഛനാകാൻ പോകുന്നവരൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. കാരണം ഒറ്റയ്ക്ക് അമ്മയെ മാത്രം. അത് ശരി, പക്ഷെ ഇപ്പൊ ഉള്ള അച്ഛന്മാർക്ക് ഇതൊക്കെ അറിയോ? ഇല്ല, എനിക്കറിയാം. പൊന്നെ കാണിക്കാൻ പോകുന്ന എന്തായാലും, കാരണം ബേബി പ്രോത്സാഹനം ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എന്നും പറഞ്ഞ് ഞാൻ പോയി തപ്പി കണ്ടുപിടിച്ച് ഇന്നതിന്റെ പേര് ഇന്നെന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നും ആലോചിച്ചിരിപ്പില്ല. ഇത് സത്യം. ഇല്ലെങ്കിൽ ഞാനിപ്പോ ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ ഇവളില്ല പിന്നെ പറയും, എങ്ങനെ ഞാൻ ഒന്നോ രണ്ടെങ്കിലും പറഞ്ഞ പറയും, നീ ഇത് നേരത്തെ പോയി നോക്കി കണ്ട് മനസ്സിലാക്കി വെച്ചേക്കാന്ന് പറയും. അങ്ങനെ പറയാൻ പാടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഒരു മുൻകൂർ ജാമ്യം എടുത്തേക്കുന്നത്. സോറി, കുത്തി നൂത്തി അവിടെ തുടങ്ങി നശിപ്പിച്ചു. കുഞ്ഞ് നമ്മുടെ പുറകെ കിടപ്പുണ്ട്. അതെ, അമ്പുനെ കൊണ്ട് ഇന്ന് വീഡിയോ ചെയ്യണം എന്നും പറഞ്ഞിരിക്കായിരുന്നു. കാരണം അവൾ ഉറങ്ങാതിരിക്കായിരുന്നു. പക്ഷെ നമ്മൾ കറക്റ്റ് ക്യാമറ വെച്ചപ്പോഴത്തേക്ക് കയ്യിൽ നിന്ന് മാറി കിടന്നിട്ടുണ്ട്. സാധാരണ വീഡിയോ എടുക്കുന്ന പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാധാരണ വീഡിയോ എടുക്കണം ലൈറ്റ് വെക്കണം എന്ന് പറയുമ്പോൾ തന്നെ പറയുമ്പോ തന്നെ ഫുൾ ഓണാ, പവർ ഓണാ. പക്ഷെ ഇന്ന് എന്തോ ഭാഗ്യത്തിന് ക്യാമറ ഒക്കെ സെറ്റ് ചെയ്തപ്പോഴത്തേക്ക് ആള് കിടപ്പായി. എപ്പോ വേണമെങ്കിലും എണീറ്റ് വരാം. അപ്പൊ എന്തായാലും നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, ഇപ്പൊ എന്താണ്ടൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ ഫോണിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് സാധനങ്ങളൊന്നുമില്ല, ഒരു 16 ഐറ്റം ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. നോർമലി ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്, ഗസ് ദ ബേബി പ്രൊഡക്ട്സിന്റെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്. അതിനകത്തൊക്കെ മെയിൻ ആയിട്ട് പാമ്പേഴ്സ് തൊട്ട്, പിന്നെ അതുപോലെ അമ്മയ്ക്ക് യൂസ് ചെയ്യുന്ന സാധനങ്ങൾ, അമ്മയ്ക്ക് യൂസ് ചെയ്യുന്ന സാധനങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ട്. നമുക്ക് പിന്നീടത്തേക്ക് യൂസ് ആവുന്ന കാര്യങ്ങളൊക്കെ. പക്ഷെ ഞാനിപ്പം ഓൾമോസ്റ്റും അല്ല, ഞാൻ ബേബിയുടെ തന്നെ, ബേബിക്ക് യൂസ് ആക്കുന്ന ടൈപ്പിലുള്ള തന്നെ പ്രൊഡക്ട്സിന്റെ കുറച്ച് പിക്സ് എടുത്ത് വെച്ചു. അറിയാത്ത അമ്മമാരും ഉണ്ട്. ഞാനും സെർച്ച് ചെയ്ത് നമ്മൾ ഓരോന്നിനും ഒരു പേരൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇന്ന സാധനമേ നമ്മൾ പറയത്തുള്ളൂ. പക്ഷെ ഇതിനൊക്കെ ഇന്നതാണ് പേരെന്നുള്ളത് സെർച്ച് ചെയ്ത സമയത്താണ് എനിക്ക് കുറെയൊക്കെ മനസ്സിലായത്. പിന്നെ ഡെലിവറിക്ക് ശേഷവും കുറെ സാധനങ്ങൾ അറിയാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇങ്ങനെ സെർച്ച് ചെയ്തൊക്കെ ആയിരിക്കും ഓരോ കണ്ടുപിടിച്ചിട്ടുണ്ടാവുക. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പ്രൊഡക്റ്റ് കാണിക്കാൻ പോകണം. വേണ്ടേ? ഒരു മിനിറ്റ് വന്നാ എന്തോ ഒരു സാധനം ഇങ്ങോട്ട് പറന്നു വന്നു. ഇവിടെ ശരിക്കും കൊതുകുണ്ട്. മഴയും കൂടെ ആയത് കാരണം ജനങ്ങളുടെ കൂടെ കൊതുക് കയറുന്നുണ്ട്. എന്റെ പൊന്നെ നീച്ചടിക്കുന്നുണ്ടോ? നീച്ചടിക്കുന്നില്ല, കൊതുക് എങ്ങനെ വന്നാലൊന്ന് പേടിച്ചിട്ടാ. കുഞ്ഞിനെ നമ്മള് നെറ്റ്ബെഡിൽ ഇടുമായിരുന്നു. പക്ഷെ ഇപ്പൊ നെറ്റ്ബെഡിൽ കിടക്കുന്ന കൂടെ തന്നെ എന്തൊക്കെയാ പറഞ്ഞു, ഈച്ചയാന്ന് തോന്നുന്നു. അവർക്ക് കൂടെ തന്നെ കിടക്കണം. അടുത്തുനിന്ന് മാറിയ അപ്പം കണ്ണു തുറക്കും. ഇപ്പൊ എന്തോ ഒരു ഭാഗ്യത്തിന് അതുപോലെ ഒരു കാര്യമുണ്ട്. ഇപ്പം അത് ഞാൻ നോക്കി കൊറേ നേരം, ഇത് വേറൊന്നാണ് ജീവിതം. കുഞ്ഞ് കിടന്ന് ഉറങ്ങുന്ന സമയത്ത് നല്ല ഉറക്കമായിരിക്കും. അപ്പൊ ആ സമയത്ത് പൊന്നായിക്കൂടെ ഒരു ഉറക്കം വന്നിട്ട് പൊന്നായിക്കൂടെ കിടക്കാൻ വേണ്ടി ബെല്ലിട്ട് ഇങ്ങനെ ചരിയുമ്പോഴത്തേനും അവള് ചരിയിരിക്കും. ഇതിപ്പോഴത്തെ സ്ഥിരം കാഴ്ചല്ലോ. അങ്ങനെ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. കാരണം അവള് ഉറങ്ങും, അപ്പൊ കുഞ്ഞു ഉറങ്ങുവാണല്ലോ, ഉറങ്ങാന്ന് പറഞ്ഞ് ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് ബാത്റൂമിലൊക്കെ പോയി ഫ്രഷായി വെള്ളമൊക്കെ കുടിച്ച് ഫോണൊക്കെ എടുത്ത് അലാറമൊക്കെ സെറ്റ് ചെയ്ത് ബെഡിലോട്ട് കയറി പതിയെ തല അങ്ങോട്ട് വെച്ച് നടു നിവർത്തുമ്പോ കണ്ണും തുറന്നു വരും. പക്ഷെ ഞാൻ ഉറങ്ങാൻ സഹായിക്കാറുണ്ട്. എനിക്ക് ടൈം തരാറുണ്ട്. എനിക്ക് ഉറങ്ങാൻ വേണ്ടി ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടൈമിൽ ഈ ന്യൂ ബോൺ ബേബീസ് 1 മന്ത് 2 മന്ത് 3 ഒരു 6 മന്ത് വരെ ഹസ്ബൻഡിന്റെ പ്രസൻസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ പ്രസൻസ് എന്ന് പറഞ്ഞാൽ ചുമ്മാ വന്ന് ആ മുറി വന്നിരിക്കുക എന്നുള്ളതല്ല, അവരെ ഹെൽപ്പ് ചെയ്യുക, അവരുടേതായിട്ടുള്ള ജോലികളിലും മറ്റു കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യുക.
അതിലെന്തായാലും ഭാഗ്യവതിയാണ് ഞാൻ. എന്ത് ചെയ്യാനാ? അയ്യോ, ഇപ്പൊ പിന്നെ ആദ്യമൊന്നും എനിക്ക് ഉറക്കമില്ല അല്ലേ, ആദ്യത്തെ മാസം ഫസ്റ്റ് എന്നെ ടൈമിലൊന്നും ആദ്യത്തെ മാസം എന്നെ ഉറക്കമില്ലായിരുന്നു. ഉറങ്ങാനൊന്നും സമ്മതിച്ചില്ല, കാരണം സമ്മതിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പം ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂറൊക്കെ അങ്ങനെ നൈറ്റ്. പറയുമ്പോ നിങ്ങൾ ഓർക്കും വിചാരിക്കും ഞാൻ മനപ്പൂർവ്വം ഇവരെ അല്ലല്ല, ഓണത്തിനോട്ടിരിക്കുകയാണ്. നമ്മുടെ ഞാനില്ലാതെ സാഹചര്യ പറ്റത്തില്ലായിരുന്നു. സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു. അപ്പൊ അത് കാരണം പൊന്നേക്ക് ഉറങ്ങാൻ എന്നും പറഞ്ഞ് കണ്ടിന്യൂസ് ഉറക്കളച്ചിരിക്കാന്നല്ല, കിട്ടുന്ന ഗ്യാപ്പിലൊന്ന് മയങ്ങിയാൽ അപ്പൊ തന്നെ എണീക്കേണ്ട അല്ലെങ്കിൽ വരും. ഇരുന്ന് ഇരുന്ന് കണ്ണടയ്ക്കുക, ഉറങ്ങുക അങ്ങനെയൊക്കെ ആയിരുന്നു അത്രയൊക്കെ കേസ്. ഉള്ളായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് നൈറ്റ് ഒരു 2 അല്ലെങ്കിൽ 3 മണിക്കൂറൊക്കെ, അപ്പോഴത്തേക്ക് ഫ്രീ ടൈം. പൊന്നാ കുഞ്ഞിനെ നോക്കും. അപ്പൊ ഇപ്പോഴും അവര് ചിന്തിക്കുന്നുണ്ട്, അപ്പൊ ഫീഡ് ചെയ്യാൻ എന്ത് ചെയ്യും എന്നുള്ളത്. നമ്മള് ബോട്ടിൽ ഫീഡ് ചെയ്യും, അത്രയും ടൈം ഞാൻ കിടന്നുറങ്ങും. പിന്നെ അവള് കരഞ്ഞ് ബഹളമൊക്കെ ആക്കി എണ്ണിക്കുമ്പോഴത്തേക്ക് എണ്ണിട്ട് പൊന്ന വരും. ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ ബോട്ടിൽ ഫീഡ് ചെയ്യും കേസ്. അപ്പം പൊന്ന ഉറങ്ങുന്ന സമയത്ത് പൊന്നെ അത് വിളിച്ചുണർത്തുമ്പോൾ അധികം നമ്മൾ സമയമൊന്നും ഇല്ല, ജസ്റ്റ് ഒരു തവണ വല്ലതും കൊടുക്കേണ്ടതായിട്ടേ വരത്തുള്ളൂ. ഉറങ്ങുന്ന സമയത്താണ്. അപ്പം നമ്മള് നമുക്ക് വീഡിയോയിലോട്ട് പോവാം. വീഡിയോ നമ്മൾ അല്ലെങ്കിൽ വഴുതി മാറി ഓക്കെ വേറെ ഓക്കെ ഓക്കെ. സ്ഥലത്ത് ചെയ്യുന്നു. അപ്പൊ ഫസ്റ്റ് പ്രോഡക്റ്റ് ആ എനിക്കറിയായിരിക്കും. ഇതെന്താ, ഇതോ? ഇത് വെരി സിമ്പിൾ. ഇതെനിക്കറിയാം. സിമ്പിൾ ഇത് സാധനം, കാരണം നമ്മളിത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനമല്ലേ, ഡ്രൈ ഷീറ്റ്. ഡ്രൈ ഷീറ്റ്. പക്ഷെ എന്ത് ചെയ്യാനെന്ന് പറഞ്ഞാൽ പറഞ്ഞില്ല, ഇത് എനിക്ക് എല്ലാം സിമ്പിളാ, അറിയാം. കാരണം നമ്മളെ ഡെയിലി അല്ലേ, നമ്മളല്ല, നമ്മൾ ഓൺലൈനിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഡയറക്റ്റാ മേടിച്ചത്, നേരിട്ടാ മേടിച്ചല്ലേ. നേരിട്ട് മേടിച്ചു. ഓൺലൈനിൽ നോക്കിയിട്ടുണ്ടായിരുന്നു വാങ്ങാൻ വേണ്ടിട്ട്. പക്ഷേ ഓൺലൈനിൽ നമ്മൾ നിന്ന് നേരിട്ട് 100% 50% ഓർഡർ ചെയ്തു, ക്യാൻസൽ ചെയ്തു, ഓർഡർ ചെയ്തു, ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഡ്രൈ ഷീറ്റ് നമ്മൾ എല്ലാ ദിവസവും, ഒരു ദിവസം എത്ര തവണ യൂസ് ചെയ്യുന്നത് അല്ലേ. ഇനി നമുക്കത് വാങ്ങണം കേസ്. നമ്മുടെ ഡ്രൈ ഷീറ്റ് ഒക്കെ തീരാറായി, ഇനി വാങ്ങണം. നമ്മൾ ഇന്നും കൂടെ പറഞ്ഞേ ഉള്ളൂ യൂസ് ചെയ്ത് ഡ്രൈ യൂസ് ഷീറ്റ് ചെയ്ത് വാങ്ങണമെന്ന്. യൂസ് ചെയ്ത് തീരാറായി. ഓക്കെ, അപ്പം നെക്സ്റ്റ് പ്രൊഡക്റ്റ് കാണിക്കാൻ പോവാണേ. കടിച്ചു. ഇതും അറിയാവുന്നത് തന്നെയായിരിക്കും. ഇതും അറിയാം. ഇത് ആർക്കാണ്ട് ആ ഫോണും കൊണ്ട് പോകണ്ട, എന്റെ അടുത്തിരുന്ന് കാണാലോ. ഇത് അവളുടെ ഫോൺ ആയതുകൊണ്ടായിരിക്കും. വേണ്ട, അല്ല, ഓക്കെ, നീ എടുത്തു. അതല്ലെന്നേ, ഇതിന്റെ പേര് ഇതിലുണ്ട്. ഞാനത് സൂം ചെയ്തിട്ട് പേര് കാണാത്ത രീതിക്ക് എനിക്ക് സ്ക്രീൻ കണ്ടപ്പോ പേര് കണ്ടില്ലല്ലോ. കാണരുതല്ലോ. നിന്റെ ഫോൺ എനിക്ക് തരാൻ വേണ്ടെങ്കിൽ നീ തരണ്ട. അതെ, പേര് പറയൂ സാർ. ഇത് പെട്ടെന്ന് പറ, ടൈം വെറുതെ പോവാന്ന്. പാമ്പേഴ്സിന് പകരം യൂസ് ചെയ്യുന്ന ലെങ്കോട്ട്. ലെങ്കോട്ട്. അപ്പൊ നമ്മള് കുഞ്ഞിന് വേണ്ടി ഡേ ടൈമിലൊക്കെ മോസ്റ്റ് യൂസ് ചെയ്യുന്നത് ലെങ്കോട്ടാണ്. നമ്മളിപ്പോ കുഞ്ഞിനെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് എനിക്കറിയാം ഈ വക കാര്യങ്ങളൊക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നു പൊന്നാക്കി ഇപ്പം നമ്മുടെ കുഞ്ഞിന് യൂസ് ചെയ്യുന്ന സാധനങ്ങളായിരിക്കും നിങ്ങൾ എടുത്തു വെച്ചേക്കുന്നത്. അങ്ങനെ ഞാൻ രക്ഷപ്പെട്ടു, കില്ലാടി. അല്ല, നമ്മൾ മേടിക്കണമെന്ന് പറഞ്ഞു മേടിക്കാത്ത സാധനങ്ങളുണ്ട്, ഇനി ഭാവിയിലത്തേക്ക് മേടിക്കേണ്ട സാധനങ്ങളുണ്ട്. ബേബി കുറച്ചൊരു സാധനങ്ങൾ മേടിക്കണ്ട. നെക്സ്റ്റ് വൺ. അയ്യോ, ഇത് 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 ഇതെനിക്ക് ഇത് കുഞ്ഞുങ്ങൾക്ക് താങ്ങ് കൊടുക്കാതെ നിൽക്കാൻ പറ്റത്തില്ല, നേരെ എന്താണ് ഗ്യാസ്. എനിക്ക് തോന്നുന്നു ഇത് തോന്നുന്നല്ല, എനിക്കറിയാം ഇത്. പക്ഷെ ഇതിന്റെ പേര് അറിയത്തില്ല. ഇത് മറ്റേ ഫുഡ് കഴിക്കാനായിട്ട് പിള്ളേരുടെ ഇവിടെ കഴുത്തി കെട്ടി കൊല്ലുന്നയോ? അല്ലേ, പറഞ്ഞോ പിള്ളേരെ കഴുത്തി കെട്ടി കൊല്ലുന്നല്ലേ. പക്ഷെ എനിക്ക് തോന്നുന്നു പിള്ളേരുടെ കഴുത്തിൽ ഇങ്ങനെ കെട്ടിയിട്ട്. പക്ഷെ അത് ഇങ്ങനത്തെ അല്ല ഞാൻ കണ്ടേക്കുന്നത്. ഞാൻ വീഡിയോസിലേക്ക് കണ്ടേക്കുന്നത് പറഞ്ഞാൽ അതിനകത്ത് ഒരു ബാഗ് വന്നിട്ട് ഈ ഫുഡിന്റെ വേസ്റ്റ് വരുന്നത് അതിൻ്റെ അകത്ത് തങ്ങി കിടക്കും. അങ്ങനത്തെ കണ്ടേക്കുന്നത്. പക്ഷെ ഇത് അത് പല ടൈപ്പ് ഉണ്ട്. ഇതിന്റെ പേര് ബേബി ബിബ്. റിബണോ? ബിബ്, ബേബി ബിബ് എന്നതിന്റെ പേര്. ഇത് കഴുത്തിൽ, ഇത് മറ്റേ ടൈപ്പിലെ കണ്ടിട്ടുണ്ട്. ഇത് ക്ലോത്ത് ടൈപ്പ് ആയിട്ട് ജസ്റ്റ് ബിബ്. അറിയുന്ന ഒരുപാട് പേര് കാണും, യൂസ് ചെയ്യുന്ന ഒരുപാട് പേര്. ഇതിപ്പോ നമുക്ക് ഫുഡ് കൊടുക്കുന്ന സമയത്ത് കഴുത്തിനും ദേഹത്തൊന്നും വീഴാതിരിക്കാൻ വേണ്ടി നല്ല ഉപകാരമുള്ള സാധനം. നമുക്ക് മേടിക്കാൻ ടൈം ആയിട്ടില്ല. ഇതല്ല ഞാൻ പറഞ്ഞത്, ഇത് ഞാൻ കണ്ടത്. ഇത് ഫ്ലാറ്റ് ആയിട്ട് കിടക്കുന്നു. മറ്റേന്ന് പറഞ്ഞാൽ ഒരു ക്യാപ്പ് പോലെ വരുന്നുണ്ട്, ഒരു ബക്കറ്റ് പോലെ. അപ്പൊ അതിനകത്ത് ഫുഡ് വേസ്റ്റ് അതിനകത്ത് ക്യാരി ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് പിന്നെ അറിയാതിരിക്കും, അറിയാതിരിക്കാൻ വഴിയില്ല. ഇത് അറിയാതിരിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് പറഞ്ഞാൽ 1 മന്ത് പകുതി ആയപ്പോ ഞാൻ വാങ്ങിച്ച ഒരു പ്രൊഡക്റ്റ് ആണ് കഴിച്ചത്. ഓൺലൈനിൽ തന്നെ വാങ്ങിച്ച പിങ്ക് കളർ. ഇത് നെയിൽ കട്ടർ, എന്തായിരുന്നു, ഡ്രിമ്മർ ആണ് കഴിച്ചത്, കുഞ്ഞിന്റെ നെയിൽ ഡ്രിമ്മർ. പക്ഷെ ഇതിനായിട്ട് യൂസ് ചെയ്തിട്ടില്ല. ഇലക്ട്രിക് നെയിൽ ട്രിമ്മർ ഇതിനായിട്ട് യൂസ് ചെയ്തിട്ടില്ല. ഇവിടെ പെട്ടിക്കാതിരിക്കുന്നുള്ളൂ. ഇനി വേണം അതൊക്കെ ഒന്ന് പൊടിയാക്കി എടുക്കാം. അല്ല, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തവണ യൂസ് ചെയ്യാൻ വേണ്ടി നോക്കിയല്ലേ പൊന്നെ, 1-2 നെയില് കുഞ്ഞിന്റെ യൂസ് ആക്കാൻ വേണ്ടി നോക്കി. പക്ഷെ 1-2 നെയിൽ മാത്രം കുഞ്ഞിന്റെ നഖത്തിൽ അത് സത്യം യൂസ് ആക്കാൻ ഒരു ഭയങ്കര പേടിയാണ്. നോർമലി ഇതിന്റെ വീഡിയോസ് കണ്ടപ്പോ എല്ലാരും പറഞ്ഞത് ഇങ്ങനെ തൊട്ടാ മതി, അപ്പോഴത്തേക്ക് ഇങ്ങനെ പറഞ്ഞു ചെയ്യാമായിരിക്കാം. പക്ഷെ കുഞ്ഞൊരിച്ചിരി കൂടെ നമുക്കൊരു പേടി, കാരണം അതിന്റെ ആ ഒരു സൗണ്ട് വൈബ്രേഷൻ ഒക്കെ ആയിട്ട് കുഞ്ഞിന്റെ അതും കുഞ്ഞു നഖമല്ലേ, എങ്ങാനും പൊട്ടിപ്പോയി കഴിഞ്ഞാൽ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ തോന്നുന്നത് ഒരു 6 മന്തിന് ശേഷം കുഞ്ഞിന് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. അതുവരെ നമ്മളല്ലാതെ ആ പ്രൊഡക്റ്റിന്റെ അകത്ത് ഒരെണ്ണം കൂടെ ഹൈലൈറ്റ് ആയിട്ട് പറയുന്നുണ്ട്, അതിന്റെ ടോർച്ച് ലൈറ്റ് എന്ന് പറഞ്ഞത്. അതായത് രാത്രിയിൽ കുഞ്ഞ് ഉറങ്ങിക്കിടങ്ങുന്ന സമയത്ത് കുഞ്ഞിന്റെ വിരൽ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഡ്രിം ചെയ്യുവാണെങ്കിൽ
അതിൽ ടോർച്ചിൽ നിന്ന് വെട്ടം കത്തും. അപ്പൊ ആ വെട്ടത്തിൽ ഈ നഖം ഷേപ്പ് ചെയ്യാത്ത, പക്ഷെങ്കിൽ അതിനൊരു വെട്ടവും ഇല്ല. അത് കത്തിച്ചു കഴിഞ്ഞാൽ കാണുന്നതും കൂടെ കാണത്തില്ല. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് കാണിക്കാം. അപ്പൊ ഇപ്പൊ കാണിച്ച 4 കാണിച്ചിട്ട് 4 പറഞ്ഞല്ലേ? ഇപ്പൊ കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇനിയിപ്പോ നീ എന്ത് കാണിച്ചാൽ ഞാൻ പറയും. കാരണം ഞാനിപ്പോ ഒരു അച്ഛനായി. ഓ അതെയോ, ഞാൻ അറിഞ്ഞില്ല. നീ അറിയുന്നില്ലേ? നീ ഇത് ആദ്യം അറിഞ്ഞേ. ഗൈസ്, ഇത് ഞാൻ എവിടെ കണ്ടിട്ടുണ്ട് കേട്ടോ, നേരത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് മറ്റേ ബാത്റൂം കഴിയുന്നു. ഇതിപ്പോ ഞാൻ നിന്നോട് ചോദിക്കണമായിരുന്നു. ഗൈസ്, ഇത് എവിടെയോ കണ്ടിട്ടുണ്ട്. നല്ല പൊട്ട. ഈ വീട്ടിലുണ്ടത്, നമ്മളിലുണ്ടത്. ശരിയാ, നമുക്ക് കുഞ്ഞിന്റെ നൂലുകെട്ടിന് ഗിഫ്റ്റ് ചെയ്തത്. ഓക്കെ, ബ്രഷ് അല്ലേ? അല്ലേ, ബ്രഷ്. പക്ഷെ ഇതെന്തു? അതിന്റെ ബോക്സ്, ബോട്ടിൽ. ഓക്കെ, അതിനെ അടച്ചു വെക്കുന്ന സാധനം ബ്രഷ്, ബേബി ടീത്ത് ബ്രഷ്. നമുക്കിപ്പോ എടുക്കാൻ പറ്റത്തില്ല കാരണം പല്ലില്ലല്ലോ. അപ്പൊ അത് നിങ്ങളെടുത്തോ. അതെന്തായിരുന്നു? ബേബി ടീത്ത് ബ്രഷ്, കുട്ടികളുടെ ബ്രഷ്. ഓക്കെ, അപ്പൊ അതും സ്കോർ ചെയ്തു. അതെ, ഞാൻ 16 പ്രൊഡക്ട്സ് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് 15 ഉള്ളൂ. ഒരെണ്ണം 2 വട്ടം എടുത്തിട്ടുണ്ട്. അതായത് 1.5 മണിക്കൂർ കഷ്ടപ്പെട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്. എന്നിട്ട് ഇപ്പൊ അതിനകത്ത് എല്ലാം ഡബിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ്. ഇത് എനിക്കറിയാം. ഇത് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് കുഞ്ഞിന്. എനിക്കറിയാം. പക്ഷെ ഇതിപ്പോ 2 ഒന്നിച്ചല്ലേ കൊടുത്തേക്കുന്നേ. നമ്മൾ മേടിച്ചേക്കുന്നത് സെപ്പറേറ്റ് ആയിട്ടാണ് മേടിച്ചേക്കുന്നത്. രണ്ടായിട്ട് ഞാൻ പറയാം. രണ്ടല്ലേ, ഇത് എന്താണ്? ഈ ഒറ്റ സാധനം അതന്നെ നമ്മൾ മേടിച്ചേക്കുന്നത്. പക്ഷെ നമ്മൾ സെപ്പറേറ്റ് അല്ലേ വാങ്ങിച്ചേ? അല്ല, അതിലുണ്ടായിരുന്നു. നമ്മൾ സെപ്പറേറ്റ് അഡീഷണൽ മേടിച്ചു എന്നുള്ളതേ ഉള്ളൂ. പേര് പറയുന്നേ? ഇതിന്റെ പേര് പച്ചയും ചോപ്പും. സോറി, അല്ല, പച്ചയും ചോപ്പും ഇതിന്റെ കളർ അതല്ലേ. ഇതിന്റെ പേര് മറ്റേ ഡയപ്പറാണ്. റീയൂസബിൾ ഡയപ്പർ. യെസ്, റീയൂസബിൾ ഡയപ്പർ. എന്ത് ചെയ്യാനാണ് പപ്പായ്ക്കെല്ലാം അറിയാടി. എന്തിനാണല്ലോ പമ്പുവിന്റെ സാധനങ്ങൾ അറിയാലോ. അറിയാം. ഓക്കെ, അടുത്തത്. നീ എത്ര ഹൈഡ് ചെയ്ത് വെച്ച് കാണിച്ചു? ഹൈഡ്. ഓക്കെ, നെക്സ്റ്റ്. മുയലോ? ഇത് ഞാൻ കണ്ടിട്ടില്ലല്ലോ ഇന്നും. ഇത് മേടിക്കണമെന്ന് ഞാൻ കൊറേ തവണ പറഞ്ഞ, പക്ഷെ അത് ഇങ്ങനെ ഇരിക്കുന്നോണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. റോംബർ, മറ്റേ പിള്ളേർ ഉടുപ്പ്, കുട്ടിയുടുപ്പല്ല, റോംബർ അല്ല. തണുപ്പത്തിരുന്നേ അല്ല, ഇത് റോംബർ അല്ല. പറ, കുട്ടിക്കുന്ന സാധനമാ. കുഞ്ഞിനെ കേട്ടിട്ട് ഒട്ടിച്ചു വെക്കുന്ന തൊപ്പിയൊക്കെ ഉള്ള റോംബറാ. ഇത് റോംബർ അല്ല. ഇത് റോംബർ അല്ലെന്നേ. റോംബർ അല്ലേ? കാലും കൈയില്ലേ? നമുക്ക് എങ്ങനെ എല്ലാം കൂടെ മനസ്സിലായാലും ശരിയല്ലേ? സമ്മതിക്കേ. ഇതിന് ബേബി ബ്ലാങ്കറ്റ്സ് എന്ന് പറയും. ബേബി ബ്ലാങ്കറ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഹുഡഡ് സ്വാഡിൽ എന്ന് പറയും. ഹുഡഡ് സ്വാഡിൽ നമ്മളിത് മേടിക്കണമെന്ന് പറഞ്ഞ കുഞ്ഞിന്റെ കാലകത്തോട്ട് കയറ്റി വെച്ചിട്ട് തലയും വെച്ചിട്ട് ഇങ്ങനെ പൊതിഞ്ഞിടുന്ന ടൈപ്പ്. കുഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തില്ല. ഉടുപ്പൊക്കെ ഇട്ടിട്ട് പൊതിഞ്ഞ് വെക്കും നമ്മൾ. ഇതിന് പകരം നമ്മളിപ്പോ ഈ ടർക്കി ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ടർക്കി ഒക്കെ പൊതിയുന്നതൊക്കെ ഒട്ടിച്ചു വെക്കുന്നു. അപ്പൊ അവർക്ക് കിടക്കാൻ നല്ലതാ, പോത്തില്ല, മണ്ടേന്ന് പോവില്ല. അപ്പൊ ഒരെണ്ണം പോയി, ഹുഡഡ് സ്വാഡിൽ പോയി. നെക്സ്റ്റ് നമുക്ക് മേടിക്കണം. അതെ, കൊച്ചിനെ കൊണ്ട് അടുക്കള ജോലി ചെയ്യിപ്പിക്കാം. ഇത് മറ്റേ സാധനം പിള്ളേർക്ക് വായ വെച്ചു കൊടുക്കുന്നത്. അല്ലല്ല, അത് കുഞ്ഞുങ്ങൾക്കുള്ളല്ലോ. ആണോ? കുഞ്ഞുങ്ങൾക്കുള്ളയാണോ അത്? അത് പിന്നെ ഇപ്പൊ കാണിച്ചത് കുഞ്ഞിനുള്ളല്ലേ? എനിക്ക് സാധനം മനസ്സിലായി. പക്ഷെ അത് എനിക്ക് മിച്ചു യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് മനസ്സിലായി. മറ്റേ ഈ സാധനങ്ങൾ കയറ്റി വെച്ചിട്ട് ഇങ്ങനെ വായിൽ ചപ്പാൻ വെച്ചു കൊടുക്കില്ല. എന്റെ പേര് ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ട്, ഫ്രൂട്ട്സ് ഒക്കെ പീസ്, അതായത് ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്തിട്ട് ആ സാധനം ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് വെച്ചിട്ട് ഈ സാധനത്തെ വായിലോട്ട് വെച്ച് കൊടുക്കുക. അപ്പൊ കുഞ്ഞുങ്ങൾ അത് ചവച്ച് കുടിക്കുമ്പോൾ അതിന്റെ നീര് ജ്യൂസ് കിട്ടുമല്ലോ. അത് പേരാ ചോദിച്ചത്, ജ്യൂസ് മേക്കർ പറഞ്ഞു. അതിന്റെ പേര് ഫ്രൂട്ട് നിബ്ലർ എന്ന് പറയും, അല്ലെങ്കിൽ ഫ്രൂട്ട് ഫീഡർ എന്ന് പറയും. സാധനം എനിക്കറിയാം, പക്ഷെ പേര് എനിക്കറിഞ്ഞൂടാ. എന്ത് ചെയ്യാൻ പറ. കാരണം ഇത് നമ്മളിപ്പോ യൂസ് ചെയ്യുന്നില്ല, പേരറിയത്തില്ലല്ലോ. ചെയ്യണമല്ലോ.
ഇപ്പൊ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇല്ല ഇപ്പൊ കാരണം അല്ല, നമ്മുടെ കൊച്ചിപ്പോ പാല് മാത്രമല്ലേ കുടിക്കുള്ളൂ. അത് അല്ലാണ്ടുള്ള ഫുഡ് കഴിച്ചു തുടങ്ങുമ്പോൾ യൂസ് ചെയ്യണമല്ലോ പിന്നീട്. ഇനിയും വരും ദിവസങ്ങൾ നമുക്ക് യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ. നിങ്ങളെ തൊപ്പിയോ? ഇതെന്താ സമയം കാണിച്ചോട്ടെ, തൊട്ടോട്ടെ ഫോണില്. ഇവളുടെ ഫോണിന്റെ ആട്ടം കണ്ടോ? ആ, ഇതെന്തുവാണ് സാധനം? ഈ ഹുക്കം ഒട്ടിക്കുന്നതാണ്. പക്ഷെ ഈ 2 സ്പൂൺ കുഴിക്കുന്ന സാധനം എവിടെ വെക്കുന്നയാ? തലേ വെക്കുന്നയാന്ന് തോന്നുന്നത്. സത്യം പറഞ്ഞാൽ ഇതില് മറ്റേ റബ്ബർ ഷീറ്റ് റബ്ബറിന്റെ ചുറ്റും വെക്കുമല്ലോ, റബ്ബറിന്റെ പാലെടുക്കുന്നിടത്ത് മരവെള്ളം വീഴാൻ. ഇത് ഞാൻ കണ്ടിട്ടില്ല. ഇത് കണ്ടില്ല. പക്ഷെ ഈ കറക്റ്റ് ഷീറ്റിന്റെ ഷേപ്പ് പോവാ. നിങ്ങളെ ഇത് ഞാൻ കണ്ടില്ല. ഏകദേശം അടുത്തൊക്കെയാ. സെയിം പറഞ്ഞു. തലേ ബാത്ക്യാപ്പ്. അപ്പൊ ഇത് കുഞ്ഞിനെ കുളിപ്പിക്കുന്ന സമയത്ത്, ഇപ്പം നമ്മുടെ കുഞ്ഞിനെ നല്ല ഇച്ചിരിക്കോടാണ് കുഞ്ഞുങ്ങൾക്ക്. കുഞ്ഞിനെ കുളിപ്പിക്കുന്ന സമയത്ത് ഇങ്ങനെ വെക്കുന്ന, മുഖത്തോട്ട് വെള്ളം ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക്. സമ്മതിച്ചു. പക്ഷെ അപ്പൊ ഇതെങ്ങനെ? അത് ചെവിയിൽ വരുന്നതാ. ഇതിങ്ങനെ വിടർത്തിയിട്ട് ആ 2 റൗണ്ടായിട്ടുള്ള ഭാഗം ചെവിയിലോട്ട് വെള്ളം ഇറങ്ങാതിരിക്കാൻ വേണ്ടി. എന്തൊക്കെ ടെക്നോളജി ആയില്ലേ. പക്ഷെ കണ്ടാ മനസ്സിലാകത്തോട്ടോ. അത് മാത്രമാണെങ്കിൽ തല വയ്ക്കാം. മറ്റേ അതിന്റെ 2 സുനാപ്പീസ്. ഓക്കെ, അപ്പൊ അത് പറഞ്ഞില്ലേ. നെക്സ്റ്റ് വണ്ണ്. എന്തൊക്കെ സാധനങ്ങൾ ഉറക്കം വരുന്നിരിക്കും. ഉറക്കം വരുന്നത് പറഞ്ഞു. അതൊക്കെ കണ്ണു തുറന്ന് അമ്മു ഉറങ്ങിക്കോടാ. പിന്നൊരു കാര്യം, നമ്മുടെ കുഞ്ഞിന് ഇപ്പം ഈ 2 മാസം മുക്കാലായി. അപ്പൊ അത് കാരണം കുഞ്ഞ് നിഴലുകൾ കണ്ടാല് ചലനങ്ങളിലോട്ട്. ഷോട്ട് എടുത്തിട്ടില്ലേ? പിന്നെ അതേപോലെ തന്നെ ഭയങ്കര ഇഷ്ടം. അത് മനസ്സിലായത് എങ്ങനെയാന്ന് വെച്ചാൽ, കഴിഞ്ഞ ഒരു ദിവസം രാത്രി കറണ്ട് പോയപ്പോ ഞാൻ ഫോണിലെ ലൈറ്റ് അടിച്ചു വെച്ചിട്ട് എന്തോ ചെയ്തോണ്ടിരിക്കുക. അവളുടെ പാമ്പേഴ്സ് മാറ്റിക്കൊണ്ട് എന്തോ സംതിങ് ഇരിക്കുക. ഞാൻ നോക്കിയപ്പോ ഭയങ്കര ചിരി. ആരെയോ കണ്ടിട്ട് ചിരിക്കുന്നവരെ ഭയങ്കര ചിരിച്ചോണ്ടിരിക്കുക. അങ്ങനെ നോക്കിയപ്പോഴാ മേളിൽ ഞാനിവിടെ ചെയ്യുന്ന എന്റെ നിഴലിലെ മേളിൽ കണ്ടിട്ട് അത് നോക്കി ഭയങ്കര ചിരി. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു. പിന്നെ അത് ഞങ്ങൾ ടെസ്റ്റ് ചെയ്തു. അപ്പൊ കറക്റ്റ് അല്ലേ? ഞാൻ കെട്ടിപ്പിടിച്ചിടക്കാണ്, അതുകൊണ്ടായിരുന്നു ചിരിച്ചത്. അയ്യോ, എവിടെ കിടക്കുമായിരുന്നു? അതേപോലെ തന്നെ കുഞ്ഞ് നമ്മള് ഇത് എന്താ വാങ്ങിച്ചെന്തായിരുന്നു? കിലുക്കം മേടിച്ചിട്ടുണ്ട്. ഇപ്പൊ കിലുക്കി അവളാണെന്ന് വരും. ഇതറിയാതിരിക്കത്തില്ല. ഉടുപ്പ് അല്ല, ഇത് ഉടുപ്പല്ല. പേര് പറ. തൊപ്പിയുള്ള റോംബർ ഉണ്ട്, തൊപ്പി ഇല്ലാത്ത റോംബേഴ്സ് ഉണ്ട്. രാത്രി നമ്മൾ അമ്പുവിനെ റോംബറിനുള്ളിൽ കയറ്റും ചില ദിവസങ്ങളിൽ. കുഞ്ഞിനെ തണുപ്പുള്ള സമയത്തൊക്കെ ഇവള് റോംബറിനകത്ത് കേറ്റിട്ട് എന്താ പറയുക, ഒരു മണി 2 രാവിലെ മണി 2 മണി 3 മണിയൊക്കെ ആകുമ്പോഴത്തേന് കുഞ്ഞ് അപ്പിടും. അപ്പൊ ആ സമയത്ത് എനിക്ക് റോംബറിൽ നിന്ന് കുഞ്ഞിനെ ഇറക്കാൻ ഭയങ്കര പണി. അതല്ല, എന്താന്ന് വെച്ചാ, ഒന്നാമത് ഞാൻ രാവിലെ എനിക്ക് നോക്കുമ്പോ കുഞ്ഞ് ചിലപ്പം റോംബർ ഫുള്ളാണെങ്കിൽ കുഞ്ഞിന്റെ ഇവിടെ മാത്രമേ ബട്ടൺ കാണത്തുള്ളൂ, ബാക്കി ഫുള്ള് ഇങ്ങനെ തുറന്നു. പ്രത്യേകിച്ച് പുതയ്ക്കാൻ സമ്മതിക്കത്തേ ഇല്ല. പുതപ്പിക്കുവാണെങ്കിൽ കാലും കൊണ്ടൊക്കെ ചവിട്ടി ഏറിയുകയാണ് ചെയ്യുന്നത്. പുതയ്ക്കാൻ സമ്മതിക്കത്തില്ല. ബട്ടണുള്ള ഒരു ഡ്രസ്സും ഇടാൻ സമ്മതിക്കത്തില്ലല്ലേ? തണുപ്പ് കൂടുതൽ വേണ്ട കുട്ടിയെന്ന് തോന്നുന്നു. അന്റാർട്ടിക്കയിലും കണ്ട് ജനിക്കേണ്ടതാ. റോംബർ സത്യം പറഞ്ഞ രാത്രിക്ക് എവിടുന്നേലും ഒരു ഉറക്കം കിട്ടി വരുമ്പോഴേക്കും അവള് കരഞ്ഞെണ്ണീറ്റ് അപ്പിയിട്ട് പിന്നെ അത് ചേഞ്ച് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് അതിന്റെ ബട്ടൺ ഫുള്ള് അഴിക്കുന്നതല്ല പാട്. ബട്ടൺ അഴിക്കുന്നതോ ഡയപ്പർ മാറ്റുന്നതോ അല്ല പാട്. അവളെ ആ കിടത്തുന്ന അത്രയും ടൈമിലത്തേക്ക് കരഞ്ഞ് കാറി കൂവി പൊട്ടിച്ച് നാശമാകും. അപ്പൊ അത്രയും കരയാതിരിക്കാൻ വേണ്ടി സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ട് കൊടുക്കുന്നു. സ്വപ്നത്തിൽ കരയുകയും ചിരിക്കുകയും ഒക്കെ ചെയ്തോണ്ടിരിക്കും. കരയുന്നു. അമ്പു ഓണായി തുടങ്ങി. അമ്മു ഇപ്പൊ പറയുവാ, സന്ധ്യക്ക് ഞാൻ കേട്ടായിരുന്നു എന്നെ വെച്ച് വീഡിയോ ചെയ്യുമെന്ന്, ഇപ്പൊ ഞാൻ ഇല്ലല്ലോ എന്ന്. ഓക്കെ, നെക്സ്റ്റ് ഐറ്റം കാണിക്കട്ടെ. കണ്ടല്ലോ, മാറ്റി കാണണ്ടേ? ഇപ്പോ കാണിച്ചിട്ട് പെട്ടെന്ന് മാറ്റിട്ട് ഇത് കണ്ടല്ലോ പറയാൻ പറ്റത്തില്ല. കണ്ടില്ലാത്ത സാധനങ്ങൾ കണ്ടെങ്കിൽ മനസ്സിലാക്കട്ടെ.
ഇത് ശരിക്കും പറഞ്ഞാൽ അടിവശം കണ്ടിട്ട് അടിപേര് എന്തെന്ന് പറയുന്നേ? ഓ എന്താ അമ്പൂച്ച? അമ്പു ഓണായി തുടങ്ങി. ഇത് ഇത് കുപ്പി. എന്തൊരു കുപ്പി? വെള്ളം കുടിക്കുന്ന കുപ്പി. കുപ്പി അത് കുപ്പിയൊന്നും അല്ല. കുപ്പി കുപ്പി, പ്ലാസ്റ്റിക് കുപ്പി. എന്റെ ഫ്രണ്ടിൽ എന്തോ ഒരു മോനയൊക്കെ ഉണ്ട്. ഇനി പാല് കൊടുക്കുന്ന നോക്കുകയാണെങ്കിൽ അതില്ല. പക്ഷെ ഇതിനകത്ത് എങ്ങനെ പാല് കുടിക്കുന്നേ? ഓ, ഇത് ലിക്വിഡ് ഫോമിലുള്ള ഫുഡൊക്കെ നമ്മൾ ഇതിനകത്ത് വെച്ചിട്ട് അത് പ്രസ് ചെയ്ത് ആ സ്പൂണിലേക്ക് കുറച്ചാക്കിയിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന കണ്ടിട്ടുണ്ടോ? കുറുക്കും അതുപോലെയൊക്കെയുള്ള ഫ്രൂട്ട് ജ്യൂസസും സാധനങ്ങളൊക്കെ. എന്റെ ഓർമ്മയിൽ എനിക്ക് കിട്ടുന്നില്ല. അതാ മനസ്സിലായില്ലേ? സ്പൂണിലല്ലേ കുഞ്ഞിന് ഫീഡ് ചെയ്യുന്നത് തന്നെയാ. സിലിക്ക കൊണ്ടുള്ള, ഇത് ഫുള്ള് സിലിക്കൺ കൊണ്ടുള്ള. അങ്ങനെയുണ്ട്. മനസ്സിലായില്ലേ? ഇത് കിട്ടുന്നില്ല. അതിനുള്ളിൽ നിന്ന് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇപ്പൊ ആ സ്പൂണിലോട്ട് കുറച്ച് വരും. അതിന്റെ കുഞ്ഞിന് കൊടുക്കുന്നേ, വായിൽ കൊടുക്കുന്നേ. ഞാൻ ഓർക്കുന്നു. വീഡിയോസിലായിരുന്നു കണ്ടിട്ടില്ലേ? അതിന്റെ പേരെന്താണ്? ഫീഡിംഗ് ബോട്ടിലോ? ആ ഫീഡ് ചെയ്യുന്ന തന്നെ ഫുഡ് ഫീഡർ തന്നെ, സിലിക്കോൺ കൊണ്ടുള്ള ഫുഡ് ഫീഡർ. സിലിക്കോൺ അത് മെറ്റീരിയൽ അതാണ്. സത്യം പറയാ കണ്ടപ്പോ പെട്ടെന്ന് തവള ഓർമ്മ വന്നേ. പാരച്ചൂട്ടോ? എനിക്ക് പാരച്ചൂട്ടാ ഓർമ്മ വന്നത്. തവള പാരച്ചൂട്ട് അല്ലെ? കമത്തിയിട്ടെങ്കിൽ പിള്ളേർ കളിക്കുന്ന മറ്റേ സ്വിമ്മിംഗ് പൂൾ പോലത്തെ സാധനം ഉണ്ടല്ലോ, അതുപോലെ. ഇത് തൊപ്പി. എന്നാലും അതെന്താ? അതെന്താ ചോദിച്ചാ, ഇത് ചുമ്മാ ഒരു തൊപ്പിയാണോ? ബ്ലാങ്കറ്റിന്റെ തൊപ്പി ഉണ്ടോ ഇനി? തൊപ്പിയല്ലേ ഇത്? ഇത് കുഞ്ഞുങ്ങളുടെ ഹെഡ് പ്രൊട്ടക്ടർ എന്ന് പറയും. ഇത് ഹെൽമെറ്റ്. പിള്ളേരിപ്പോ സൈക്കിൾ ഓടിച്ച് എവിടെ പോകാൻ? അതെ, ബേബി ഹെൽമെറ്റ്. ഇത് ഹെൽമെറ്റ് എങ്ങനെ വണ്ടി ഇപ്പം വെച്ചോളൂ? ഇവര് തറയിൽ ഇരുന്ന് കളിക്കുകയൊക്കെ ചെയ്തിട്ട് വീഴുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഹെഡിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബേബി ഹെൽമെറ്റ്. ഇപ്പൊ നമ്മുടെ കുഞ്ഞ് ഇരുന്ന് കളിക്കാനുള്ള പ്രായമായി, അപ്പോൾ വീഴുമ്പോ തലയൊന്നും ചെന്ന് ഇടിക്കണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങാലോ. ഹെഡ് വെയിറ്റ്. അമ്പു ഉടന്ന് കിടക്കുവാ. അത് ചോദിച്ചാ ഞാൻ കരയുമെന്ന്. നെക്സ്റ്റ് തവളെ വിട്ട് കളിയില്ലേ? പെട്ടെന്ന് വണ്ടിയല്ലേ ഇത്? അല്ല ഭാഗ്യവശം കണ്ട മനസ്സിലായി. ലെങ്കോട്ടല്ലേ? ലെങ്കോട്ട് അങ്ങനെ കണ്ടല്ലേ പറഞ്ഞേ? ലെങ്കോട്ടി ഇല്ലേ? അല്ലേ? അപ്പിയിടുന്ന സാധനം സാധനം പിള്ളേരെ കേട്ട് വെച്ച് അപ്പിയിടുന്ന സാധനം ലെങ്കോട്ട് അല്ല, ലെങ്കോട്ടി. ക്ലോട്ടി. ഇച്ചിരി മുന്നേ കെട്ടുന്ന ലെങ്കോട്ട് പറഞ്ഞിട്ട് ഇത് എങ്ങനെ ലെങ്കോട്ടാവും? ഈ സാധനം അറിയാം കൈസ്. അപ്പൊ അതിന്റെ പേര് പെട്ടെന്ന് ക്യാച്ച് ആയി. പോട്ടി. ഓക്കെ, കറക്റ്റ്. ഓക്കെ. പക്ഷെ അതിനകത്ത് എനിക്ക് പെട്ടെന്ന് അമ്പു ഇപ്പൊ അലക്ക് എന്നെ ഉറക്കി ഇട്ടിട്ട് എന്താ അലയാ കിടന്ന് അലക്കുന്നേ? അമ്പു നിന്നെ ഞാൻ നോക്കണല്ലോ അമ്പു. അപ്പൊ ഒരു കാര്യത്തിനെ പറ്റി ഒരു വെളിവില്ല. ഓക്കെ, ഇതെന്തുവാ? സോപ്പിട്ടിന് അല്ലേ? സോപ്പിട്ടിനല്ലേ? സോറി, സോപ്പ് പെട്ടി. നമ്മളിവിടെ പെട്ടി നല്ല ഇത് സോപ്പൊട്ടിക്ക് കയ്യും കാലൊക്കെ വെച്ചാ? സോപ്പിട്ടില്ല. എന്തൊരു സാധനം നമ്മൾ മേടിക്കണമെന്ന് പറഞ്ഞ പൊട്ട. ഇത് മേടിക്കണമെന്ന് പറഞ്ഞോ? എന്തൊക്കെ സാധനങ്ങൾ മേടിക്കണം പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഒരു സാധനം കാണിച്ചെങ്കിൽ പെട്ടെന്ന് നമ്മളെ മൊബൈലൊക്കെ മേടിച്ചിട്ടുമ്പോ നേരത്തേക്ക് ഉണ്ടായിരുന്ന മൊബൈലിനകത്ത് ഹെഡ്സെറ്റ് ഒക്കെ വരുന്നില്ലേ? അപ്പൊ അതിന്റെ സാധനം പോയി സൈഡില്. അയ്യോ, എനിക്ക് വയ്യ അമ്പു. ഇപ്പൊ എനിക്ക് മനസ്സിലാവുള്ള ഒരു ക്ലൂ തരൂടാ. ക്ലൂ വേണ്ട, ഞാൻ കണ്ടുപിടിച്ചു. നമ്മൾ മേടിക്കണം പറഞ്ഞ സാധനല്ലേ? അതെ, ശരിയാ, മേടിക്കണം പറഞ്ഞായിരുന്നു. കുഞ്ഞ് ഇത് ബാത്റൂമിൽ വെക്കുന്ന സാധനം. ബാത്റൂമിൽ എവിടെ വേണമെങ്കിലും വെക്കാം. കുഞ്ഞിന് ഇത് കുളിപ്പിക്കുന്ന സാധനം. കുഞ്ഞിന് ഇറങ്ങി കളിക്കാനുള്ള സാധനം. കുഞ്ഞിനെ കുളിപ്പിക്കുന്ന സാധനം. കുഞ്ഞിനെ ബാത്ത് ഡെപ്പ് അല്ലയോ? പക്ഷെ ഇറങ്ങി കളിക്കുന്നത് കുഞ്ഞുങ്ങൾ ഇറങ്ങി കളിക്കുന്ന സാധനം വെച്ചേക്കുന്നേ. അത് ഇറങ്ങി കളിക്കാനല്ല, കുഞ്ഞിനെ ഇവിടെ ഇങ്ങനെ തല പൊക്കി ബോഡി ഇങ്ങനെ ചാരി കിടത്താൻ വേണ്ടിട്ടുള്ളേ. ഇങ്ങനെ ബാത്ത് ഡെപ്പ് അല്ലയോ? ബാത്ത് ചെയർ അല്ലെങ്കിൽ ബേബി ബാത്ത് ടബ് എന്ന് പറയും. അമ്പു ബായോ. ഇത് ഞങ്ങള് നേരത്തെ വാങ്ങണമെന്ന് വിചാരിക്കുന്ന സാധനമാണ്.
അമ്പൂച്ച നീ ഉണർന്നു വന്നല്ലേ കറക്റ്റ് സമയത്ത്. ആ എന്തിനാ കണ്ണു മൈപ്പിച്ച് നോക്കുന്നേ? അത് എടി നമ്മൾ പറഞ്ഞോണ്ട് വീഡിയോ തന്നെ കണ്ണു വെക്കുവാടാ, മൈപ്പിച്ച് നോക്കുന്നേടെ ചക്കര പൊന്നെ. നമ്മൾ വീഡിയോ വെക്കുവാടാ. ഓ അമ്പുച്ചൻ ഭയങ്കര ഓഫാ ഓഫാ ഓഫാ, അമ്പുച്ചൻ ഓഫാണേ. എന്തുമ്മാ കുറച്ച് നേരം നമുക്കൊന്ന് അവളെ സമാധാനിപ്പിച്ചിട്ട് വരാം. ഗൈസ് അപ്പൊ ഏകദേശം ഒരു 1.5 മണിക്കൂറിന്റെ പരിശ്രമത്തിന് ശേഷം ഞങ്ങളുടെ കുഞ്ഞൊന്ന് സൈലന്റ് ആയിരിക്കുകയാണ്. സൈലന്റ് വലിയായിട്ട് ആണെന്ന് പറയാൻ വഴക്കൊന്നുണ്ട്. പറ്റത്തില്ല. മുടി കുഞ്ഞിന്റെ കണ്ണിൽ വന്ന് ഇന്ന് കെട്ടി വെച്ച്. ഗൈസ് നമ്മള് കുഞ്ഞിന്റെ ഡ്രസ്സൊക്കെ ഒന്ന് മാറി കേട്ടോ, ഓവറിട്ടായി. കാരണം അയ്യോ തണുപ്പുണ്ട്. കയ്യും കാലും ഐസ് കട്ടയായുള്ള, ഞാൻ എന്നാലും ഈ അവള് കട്ടിലെ കിടന്ന് സമ്മതിക്കത്തില്ല. ഇറങ്ങുമല്ലോ. പൊക്കി കെട്ടണ്ട, ഇവിടെ താഴോട്ടാക്കിയിട്ട് ലൂസാക്കി ഒന്ന് കെട്ടി വെച്ചിട്ട്. കെട്ടാൻ പറയാൻ നിനക്ക് എളുപ്പമാടി. അമ്പു ഞാനിത് എങ്ങനെ കെട്ടും അമ്പു തീർച്ചയായിട്ടും. ഉറങ്ങിയിട്ടില്ല. അമ്പു ഉറങ്ങിയിട്ടില്ല, പകുതി മയക്കത്തില്ല. കുറച്ച് കണ്ട് തുറന്നിരിപ്പുണ്ട്, പകുതി മയക്കത്തില്ല. നല്ലതായിട്ട് തണുത്തങ്ങറ്റം പറ്റി. അമ്പുവിനെ ഫീഡ് ചെയ്ത് അമ്പു പാലൊക്കെ കുടിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും ആണെങ്കിൽ അല്ലെങ്കിൽ അത് അഴിഞ്ഞു പോയി. കുഴപ്പമില്ല കുഴപ്പമില്ല. അമ്പു പാലൊക്കെ കുടിച്ച് വീണ്ടും മയക്കത്തിലേക്ക് വന്നു. ഞങ്ങൾ ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്തു. ഗൈസ് അപ്പൊ ഇനി നമുക്കിനി ടൈം ഇല്ല ഗൈസ്. ഇനി നിന്ന് കഴിഞ്ഞാൽ ഇനി അപ്പൊ അമ്പുവിനെ ഓർക്കാൻ അവളെ നമ്മൾ ഇനി നല്ല ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ലല്ലോ. ഉറക്കത്തിന്റെ ഇതിലേക്ക് ആഴ്ന്നിറങ്ങിയിരിക്കും. ഇനിയും ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് ഉറക്കി കിടത്തണ്ടേ പെട്ടെന്ന്. അപ്പൊ ഇനി അമ്പുക്കുട്ടി ലാസ്റ്റ് പ്രൊഡക്റ്റ് ഒറ്റ എണ്ണം കൂടെ ഉള്ളൂ. ഇത് ലാസ്റ്റ് പ്രൊഡക്റ്റ്. ഇതെന്തോടെ ഗ്ലൗസോ? ഗ്ലൗസിന്റെ രണ്ട് സൈഡ് ഹോൾ ഉണ്ടോ? ശരിയാണല്ലോ. ഇതെന്തൊരു സംഭവം? ഇൻഷേപ്പ് അല്ലേ? ആ കുഞ്ഞിന്റെ വയറ് പറയാൻ ഇൻ ഷേപ്പ്. പാല് കുടിക്കുമ്പോ വയറ് കീറുമല്ലോ. ഞാൻ ഉദ്ദേശിച്ച ഇൻഷേപ്പ് പോലെ ഇരിക്കാന്ന് പറഞ്ഞേ. ഇത് എവിടെ ഇടുന്ന കുഞ്ഞിന്റെ കാലിൽ ഇടുന്നതാണോ, കഴുത്തിന് ഇടുന്നതാണോ, എവിടെ ഇടുന്നതെന്ന് പറ, ഇടുന്നതാണോ? ചോദിക്കാതെ. സോക്സ് ആണോ? ഇങ്ങനത്തെ സോക്സ് ഒക്കെ ഉണ്ടോ? അറ്റവും മൂലയില്ലാത്ത സോക്സോ? കുഞ്ഞ് ഉറങ്ങിയേ. ഐ തിങ്ക് ഇത് സോക്സ്. ഇത് മുട്ടിലിടുന്നത്. കുഞ്ഞ് മുട്ടിലിഴയുന്ന സമയത്തും കുഞ്ഞ് കളിക്കുന്ന ടൈമിലൊക്കെ വീഴാതിരിക്കാൻ വേണ്ടി നീ പ്രൊട്ടക്ടർ അല്ലെങ്കിൽ നീ സോക്സ് പറയും. നല്ല സാധനം കേട്ടോ. ഞാൻ ഇതിനകത്ത് കണ്ടിട്ടില്ല, അതിനെപ്പറ്റി കേട്ടിട്ടില്ല. ഇങ്ങനെ അല്ല, കുഞ്ഞുങ്ങളുടെ മുട്ടെന്ന് പറയുമ്പോ വലിയ നോർമലി ഉള്ള ആളുകൾ ചിലപ്പോ ഒന്ന് യൂസ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. നമ്മൾക്ക് ഇതൊക്കെ എന്ത് യൂസ് ചെയ്തിട്ടല്ലേ വന്നേ. എനിക്ക് തോന്നില്ല ഓരോ ദിവസം കഴിയുന്നോറും ടെക്നോളജി അങ്ങ് ഏറ്റവും ഹൈപ്പിലോട്ട് കയറി നമ്മുടെ പോയിക്കൊണ്ടിരിക്കും. തലയ്ക്കൊന്നും വരുത്തുന്നില്ല. പുറത്തെ ആൾക്കാർക്ക് നമുക്കൊന്നും വരത്തില്ലല്ലോ അല്ലേ? ഇല്ല, വരത്തിയില്ല, നമുക്കൊന്നും വരത്തില്ല. പക്ഷെ ഞാൻ ആദ്യമായിട്ടോ ഇങ്ങനെ സാധനം കാണുന്നത്. പക്ഷെ ഇത് കൊള്ളാം, ഇത് യൂസ്ഫുള്ളാണ്. ഇവള് പറഞ്ഞൊക്കെ നമ്മള് ഇപ്പൊ എന്തൊക്കെ സാധനങ്ങൾ ഇപ്പൊ കാണിച്ച ഏതെങ്കിലും സാധനങ്ങൾ നമ്മൾ യൂസ് ചെയ്യും. ഇവ നാളെ ഇനി ഒരു ടൈമിൽ ഇവര് നോക്കുമ്പോഴും അതിനേക്കാൾ ഏറെ പ്രൊഡക്ട്സ് ആയിരിക്കും അവിടെ വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിക്ക് എടുക്കണം ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മുടെ രീതിക്ക് മാത്രമേ ഇനിയിപ്പോ ശരിക്കും പറഞ്ഞാൽ ഇന്ന് രാവിലെ എപ്പോഴാണ് ഒരു 7 മണിയായപ്പം ഞങ്ങൾ രണ്ടാളും എണീറ്റു. ആ 7 മണി തൊട്ട് പ്ലാൻ ചെയ്തു വീഡിയോസ് എടുക്കാൻ വേണ്ടി. ഇതിന് വേണ്ടിയിട്ടല്ല, ഫുൾ വീഡിയോസ് അല്ല, ഷോർട്സ് എടുക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് അമ്പോ ഇപ്പോൾ ഉറങ്ങുമോ ഇപ്പോൾ ചെയ്യാമെന്നും പറഞ്ഞ് ക്യാമറയൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഓരോരോ തടസ്സങ്ങൾ അല്ലേ. ഇടയ്ക്ക് അമ്പ് നല്ലപോലെ ഒന്ന് കിടന്ന് ഉറങ്ങി. ആ ടൈമിൽ നമ്മൾ എടുക്കാൻ വേണ്ടി ലൈറ്റൊക്കെ കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചപ്പോൾ കറണ്ട് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ബൈ.